ഇന്നെൻ്റെ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് മേടിച്ച് തന്ന ഡ്രസ്സാണ്. അതേപോലെ പിന്നെന്ത് ഗിഫ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ അയ്യോ തിരിഞ്ഞു പോയി. ഇതാണ് ഗിഫ്റ്റ് കിട്ടിയത്, കാണുന്നുണ്ടോ? ഒരു കൈ ചെയിനുമാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഗോൾഡാട്ടോ, ഇനി ആരും ഫാൻസിയാന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ്. ഈ രണ്ട് സാധനം മാത്രമല്ല, ഒരു ഡ്രസ്സും കൂടിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടം ഡ്രസ്സും ഒരു ഗോൾഡിൻ്റെ കൈ ചെയിനുമാണ് എനിക്ക് മേടിച്ച് തന്നത്. അപ്പോൾ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് 17 ഗിഫ്റ്റ് മേടിക്കാനാണ് ഏൽപ്പിച്ചത്. പക്ഷേ 17 ഗിഫ്റ്റൊന്നും വേണ്ട എന്ന് എനിക്ക് പറഞ്ഞു. എനിക്ക് ഉള്ള ഗിഫ്റ്റ് നല്ല കാര്യമായിട്ട് കാനത്തിൽ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായിട്ട് കനത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കും, ഭർത്താവില്ലാത്ത എനിക്കെങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ ചോദിച്ചോളൂ. നിങ്ങളുടെ കണ്ണിൽ എനിക്ക് ഭർത്താവ് ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിനോട് അനുബന്ധിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം ഷൂട്ട് ചെയ്യേണ്ട ആൾ ജസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണ്. ഈ ഒരു ജാക്കറ്റ് മോഡലുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് എൻ്റെ കയ്യിൽ വേറെ കിടപ്പുണ്ട്, വേറെ മോഡൽ കിടപ്പുണ്ട്. ഈ ഒരു മോഡൽ ഇട്ടപ്പം നമ്മുടെ ക്യാമറമാൻ അയച്ചു കൊടുത്തപ്പം ഓക്കെ, നല്ല കംഫർട്ടാണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഇത് ഓക്കെ ആക്കി. പിന്നെ ഒരു ഗൗണാണ് എടുത്തത്. അപ്പോൾ ഗൗണിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ പലരും എന്നെ കളിയാക്കാറുണ്ട് ഞാനിപ്പം ഇപ്പോഴും 90s ഓടുന്നത് എന്നുള്ളത്. ആയിക്കോട്ടെ, നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷവും ഒരു തൃപ്തിയൊക്കെ കിട്ടുന്നത്. അതിപ്പം ഏത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ എല്ലാ തരം രീതിയിലുള്ള ഡ്രസ്സും ധരിക്കാറുണ്ട്. അതൊക്കെ എൻ്റെ സ്വന്തം ചോയ്സാണ് എന്നുള്ളതും കൂടി ഞാൻ ചില ലേഡീസുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ പൊളിയും നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ഞാൻ നിൽക്കാറ്, അതേപോലെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളും വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിള്ളേർ ഇവിടെ ഇല്ല, വീട്ടിലാണുള്ളത്. അപ്പം അരുണ് ഓർഡറും പോയിട്ടുണ്ട്. മറ്റ് ഷൂട്ടിന് അവനോട് ഉണ്ടാകുമായിരുന്നു, അതും ഇല്ല. അവനില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം അവന് നല്ല പോസ് പറഞ്ഞു തരാൻ അറിയാം. അതുകൊണ്ട് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് അവനും ഇല്ലാത്ത ഒരു വിഷമം, ആ ഒരു തലയുണ്ട്. അപ്പം പിള്ളേരും വീട്ടിലില്ല, മകനും ഇല്ല, മകളും ഇല്ല. അപ്പം അവരൊക്കെ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അരുണ് എവിടെയാ, കക്കയോ എന്താ ഇപ്പോഴത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ, എന്തായിരുന്നു അവിടത്തേക്ക് പറയുക, ഏതൊരു സ്ഥലമുണ്ട് അവിടെ, എന്തോ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാവലറും കൊണ്ട് അവനും പോയി. അപ്പോൾ സെലിബ്രേഷനായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ആഘോഷിക്കേണ്ട ആൾ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോൾ നമ്മൾ ആഘോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നുമില്ല. വീട്ടിൽ പോകുന്നത് തന്നെ മെയിനായിട്ട് പിള്ളേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നാളെ സ്കൂളിലുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു കേക്ക് മേടിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ മുറിപ്പിക്കുക, അവർ തന്നെ കഴിക്കുക, ഇത്രയേ ഉള്ളൂ. ഞാൻ കേക്കിട്ട് കഴിക്കാറുമില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. സ്പെഷ്യൽ ഡേ ആണ് എന്നുള്ളൊരു വിശേഷം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് ജനുവരി 18 ഞായറാഴ്ചയായിട്ട് വരുന്നത്. അന്ന് എൻ്റെ വിവാഹം ഞായറാഴ്ചയായിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഞായറാഴ്ചയായിട്ട് വരുന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. ബാക്കിയൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളായിട്ടാണ് വരാറുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ഓർമ്മയില്ലേ. ഇനി ഓർമ്മയില്ല എന്ന് പ്രത്യേകിച്ച് പറയാണ്. ഇനി അതെടുത്ത് എന്നെ പൊങ്കാലിടാൻ ആരും വരണ്ട. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലാണ്, അവളെ ഒന്ന് പോയി കാണണം. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡിന് സുഖമില്ല, അവരെയും ഒന്ന് പോയി കാണണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു ചുറ്റിക്കറങ്ങലിൻ്റെ ദിവസവും കൂടിയാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കി ക്യാമറാമാൻ വരട്ടെ, ഫോട്ടോസ് എടുക്കട്ടെ, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ബാക്കി ബൈ വൺ ആയിട്ട് ഇതിന് പുറകെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, കട്ടായിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് മാഡു ചിലപ്പോൾ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണ്ടാവില്ല, നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് അവിടെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല, മലയോര മേഖലയാണ്. ഇന്ന് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോരുകയാണെങ്കിൽ മാത്രമേ പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കൂല, വെട്ടും കൂത്തും എന്നൊക്കെ പറയുന്ന ആൾക്കാരുള്ളതാണല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പേടി ഒറ്റയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുണ് ട്രാവലറും കൊണ്ടിട്ട് ഓർഡർ പോയതുകൊണ്ട് അവൻ എന്നിട്ട് തിരിച്ചു വരികയില്ല. അവൻ നാളെ രാവിലെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ആയിരിക്കില്ല, ഈവനിങ് ആവുന്നുണ്ടാവും എത്താൻ. അതുകൊണ്ട് പിള്ളേരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, എന്നാരെങ്കിലും കൂട്ടോ വെട്ടോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പേടിയായതുകൊണ്ട് അവരൊറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് ലോങ് ലെങ്ത് ആയതുകൊണ്ട് അപ്ലോഡ് ആവാൻ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് മാടൂ, അല്ലേ ഒരു കാര്യം ചെയ്യാം. ഈ ഒരു ഷോർട്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ എവിടെ പോയി എന്നറിയാൻ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. കാരണം ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കും അവളെവിടെ പോയി, അവളെ കാണുന്നില്ലല്ലോ, ആരെങ്കിലും വെട്ടിയോ കുത്തിയോ നുള്ളിയോ എന്നൊക്കെ നിങ്ങൾക്ക് പേടി ഉണ്ടാവൂലേ? ഉണ്ടാവും, സ്വാഭാവികമാണ്, അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ പേടിയൊന്നും മാറിക്കോട്ടെ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തേക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എന്തായാലും ഇതെല്ലാം കൂടി കവർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് ആവും. 10 മിനിറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. ഒരു 20 മിനിറ്റ് പുറത്ത് പോകും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാണ്. ഇന്ന് പോസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്, എല്ലാം കൂടി ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മാത്രം ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ഫോട്ടോഷൂട്ട് ഉണ്ട്, കോസ്റ്റ്യൂം വരുന്നത് ഇതാണ്, ഗിഫ്റ്റ് വരുന്നത് ഇതാണ്. ഗിഫ്റ്റും കോസ്റ്റ്യൂമും ഒക്കെ ഒരാളുടെ തന്നെയാണ്, ഒരാൾ തന്നെ തന്നതാണ്. പിന്നെ പിള്ളേർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേക്ക് മേടിച്ച് കട്ട് ചെയ്യും. അതാണ് വേറെയുള്ളൊരു കാര്യം. സിസ്റ്റർ ഹോസ്പിറ്റലിലാണ്, അവളൊന്ന് പോയി കാണണം. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കാണണം, അമ്മേൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണം, വീട്ടിലൊന്ന് പോകണം. പിന്നെ ചിലപ്പം ഇന്ന് റിട്ടേൺ ഇങ്ങോട്ടുണ്ടാവും. റിട്ടേൺ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എല്ലാ ഡീറ്റെയിലൂടെ ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യും. റിട്ടേൺ ഇല്ലാച്ചാൽ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. സൗണ്ട് പോയി പോകുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ വിശേഷങ്ങൾക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ പുറത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ബൈ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം.